ഹലോ ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വെയ്റ്റ് ലോസ് സ്റ്റോറിയിലും പിന്നെ വർക്കൗട്ട് വീഡിയോയ്ക്കും ഡയറ്റ് വീഡിയോയ്ക്കും ഒക്കെ നിങ്ങൾ തന്ന റെസ്പോൺസിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ ഇമെയിലായിട്ടും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സ്നേഹം നിറഞ്ഞ മെസ്സേജസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം, എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. കാരണം ജസ്റ്റ് ഒരു വീഡിയോ ത്രൂ മാത്രമാണ് നിങ്ങൾക്ക് എന്നെ പരിചയം. അങ്ങനെ പരിചയമുള്ള ആളെന്ന സ്ഥിതിക്ക് എനിക്ക് കിട്ടിയ സ്നേഹം നിറഞ്ഞ മെസ്സേജസൊക്കെ ശരിക്കും എനിക്കൊരു വലിയൊരു അംഗീകാരമാണ്. അതിനെല്ലാത്തിനും എനിക്ക് നിങ്ങളോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. മെസ്സേജ് അയച്ച ഒരുപാട് പേര് അല്ലാതെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞിട്ടും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. PCODയുടെ ഇഷ്യൂ ഉണ്ട്, തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതിനെങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം, വർക്കൗട്ട് ചെയ്യാം, തടി കുറയ്ക്കണം. സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളും കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓവർ വെയ്റ്റ് ആണ്, എൻ്റെ വെയ്റ്റ് ലോസ് സ്റ്റോറി കണ്ടിട്ട് ചേച്ചീനെ പോലെ തന്നെ ഓവർ വെയ്റ്റ് ആണ് ഞാനും, അപ്പോൾ എനിക്ക് വെയ്റ്റ് കുറയ്ക്കണം എന്നുണ്ട്. ഞാനും ഈ സിമിലർ ആയിട്ടുള്ള ബോഡി ഷേമിങ് ഇഷ്യൂസും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കുറയ്ക്കണം എന്നുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരുപാട് പേർക്ക് ഈ മെസ്സേജസ് എന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് അറിയാം വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കുറയ്ക്കണം. പക്ഷേ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് റുട്ടീൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്നുള്ളതിനെക്കാട്ടിലും കൺഫ്യൂസ്ഡ് ആണ്. ഇത് എവിടം വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ഒരു കൺഫ്യൂഷനാണ് പലർക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി മെസ്സേജസ് വന്നപ്പോൾ ഞാൻ ഓർത്തു ഫൈൻ, ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നത് ഒത്തിരി പേരുടെ കമൻസ് ഞാൻ വായിച്ചു കേട്ടോ. എല്ലാവരുടെ കമൻസിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ എം വെരി സോറി കേട്ടോ. ഞാൻ പക്ഷേ എല്ലാ കമൻസും വായിക്കുന്നുണ്ട്, എനിക്കിഷ്ടമാണ് നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ട്. അപ്പോൾ കമൻസിലും ഞാൻ വായിച്ചു എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്ലോ ഈറ്റിങ്ങിൻ്റെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയുമോ, അല്ലെങ്കിൽ ആ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമോ, എത്ര നാളെടുക്കും വെയിറ്റ് കുറയാനായിട്ട്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ ഓർത്തു എല്ലാം കൂട്ടിയിട്ട് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പമാവുമല്ലോ, കുറച്ചുകൂടി സിമ്പിൾ ആവുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ ഒരു വെയിറ്റ് ലോസ് ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ലോകത്ത് ഏതൊരു കാര്യവും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ടാവും അല്ലേ. നിങ്ങളൊരു ഓഫീസിലേക്ക് കയറിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കയറിയാലോ എല്ലാ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അതുമാത്രമല്ല നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും വളരെ കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. ഈവൻ വെയിറ്റ് ലോസ് റുട്ടീൻ ആണെങ്കിലും സെയിം പ്രിൻസിപ്പിളാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് KYB എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. KYB എന്ന് ഞാൻ വിളിക്കുന്നത് നോ യുവർ ബോഡി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ നമ്മളുടെ തന്നെ രൂപം നോക്കുന്ന നമ്മൾ എന്തിനാ നമ്മുടെ ബോഡീനെ അറിയുന്നത് അല്ലേ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കാണും സ്വന്തം വെയിറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാത്തവർ അല്ലേ. സ്വന്തം വെയിറ്റ് എന്താണ് എന്ന് കറക്റ്റായിട്ട് അറിയാത്തത് ഒരു മോശം കാര്യമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്കും കുറച്ച് നാൾ അറിയില്ലായിരുന്നു എൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് എന്താണെന്ന്. ഇൻഫാക്റ്റ് എൻ്റെ എൻ്റെ ഫസ്റ്റ് വെയിറ്റ് ലോസ് ജേർണി നടന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വെയിറ്റ് ലൂസ് ചെയ്തതിന് ശേഷം എൻ്റെ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള എൻ്റെ വെയിറ്റ്സ് ഒക്കെ എത്രയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നമ്മളത് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വെയിറ്റ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റ് എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു വെയിങ് മെഷീൻ വാങ്ങിക്കാം. ഒരു നോർമൽ അനലോഗ്, അതായത് നീഡിൽ ഉള്ള ടൈപ്പ് വെയിങ് മെഷീൻ ഉണ്ടല്ലോ, അങ്ങനത്തെ വെയിങ് മെഷീൻ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഡിജിറ്റൽ വെയിങ് മെഷീൻ വാങ്ങിക്കാം. എന്താണെങ്കിലും ഒരു വെയിങ് മെഷീൻ വാങ്ങുക, നമ്മുടെ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് ഫസ്റ്റ് മെഷർ ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരാൾ ഓവർ വെയ്റ്റ് ആണോ അണ്ടർ വെയ്റ്റ് ആണോ എന്ന് കാണിക്കുന്ന ഒരു മെഷർമെൻ്റാണ് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്. ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ടോട്ടൽ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്, എത്ര മീറ്ററാണ് നമ്മുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് അറിയുക. എന്നിട്ട് ആ ഹൈറ്റിന് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വെയിറ്റ്, കിലോഗ്രാംസിലുള്ള നമ്മുടെ വെയിറ്റുമായിട്ട് ഈ ഹൈറ്റിനെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്നും അറിയാനായിട്ട് സാധിക്കും. ഈ ബോഡി മാസ് ഇൻഡെക്സ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്, നമുക്ക്
അത് ത്രൂ ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു 1-2 വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, ചില വെബ്സൈറ്റിൽ ഏജും കൊടുക്കേണ്ടി വരും, പിന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ഓപ്ഷൻ കൂടി കാണട്ടോ. കാരണം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സും നിങ്ങൾ ഏത് റേഞ്ചിലാണോ, ഓവർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, അണ്ടർ വെയിറ്റ് റേഞ്ചിലാണോ എന്നുള്ളതും കറക്റ്റായിട്ട് അതിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് 25-നോ അതായത് 25-നോ അതിന് മുകളിലോ ആണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണെന്നാണ് അർത്ഥം. 18.5-നും 24.9-നും ഇടയ്ക്കാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്തി റേഞ്ചിലാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ബോഡി മെഷർമെൻറ്റ്സ് ഏതൊക്കെ ബോഡി പാർട്സിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ബോഡി പാർട്സിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. ആക്ച്വലി നമ്മുടെ വെയിറ്റ് ട്രാക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് ഓരോ ഇഞ്ചസ് കുറയുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, എൻകറേജ്മെൻറ്റും തരുന്നൊരു കാര്യമാണ്. സോ ബോഡി മെഷർമെൻറ്റ്സ് മറക്കാതെ എടുത്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ഫുഡ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫുഡ് ഡയറി അല്ലെങ്കിൽ ഒരു ഫുഡ് ജേർണൽ. നിങ്ങൾ യൂഷ്വലി എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണ്, അതായത് ചോറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര കപ്പ് ചോറ് കഴിക്കും, എത്ര ടീസ്പൂൺ അല്ലെങ്കിൽ എത്ര ടേബിൾ സ്പൂൺ തോരൻ അല്ലെങ്കിൽ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി, എത്രയാണ് നിങ്ങൾ സൈഡ് ഡിഷസ് ക്വാണ്ടിറ്റി കഴിക്കുന്നത്, ഈ ക്വാണ്ടിറ്റീസിൻ്റെയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഈ ക്വാണ്ടിറ്റീസിൻ്റെ ഐഡിയ ഉണ്ടാക്കി വെക്കുന്നതിനോടൊപ്പം ഇതൊക്കെ എത്ര കാലറീസ് ആണ് എന്നും കൂടി നിങ്ങൾക്ക് മെഷർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഈ കാലറീസൊക്കെ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിലും ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഒന്നുകിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ആ ഒരു കറിയുടെ, ഇപ്പോൾ ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ കേരള ചിക്കൻ കറിയാണ്, നമ്മുടെ നാടൻ ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അര കപ്പിന് എത്ര കാലറി ആണെങ്കിൽ ഒരു കപ്പ് ചിക്കൻ കറിക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര കാലറി എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ തരും. ആ ഡീറ്റെയിൽസ് മാത്രമല്ല, അതിൽ എത്ര വൈറ്റമിൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഇതിനൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആ ആപ്ലിക്കേഷൻസ് ത്രൂ കിട്ടും. ഫുഡ് ജേർണൽ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളതും കൂടി ട്രാക്ക് ചെയ്യണം. വെള്ളം കുടിക്കുന്നത് ട്രാക്ക് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ. മേക്ക് ഷുവർ 8 ഗ്ലാസ് അല്ലെങ്കിൽ 2 ലിറ്ററിനെക്കാട്ടും കൂടുതൽ വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കാനായിട്ട് നോക്കുന്നത്. ഫുഡ് ജേർണൽ പോലെ ലൈഫ് സ്റ്റൈൽ ജേർണൽ കീപ്പ് ചെയ്യുക. അതായത് ഏതൊക്കെ ടൈമിലാണ് നിങ്ങൾ ഡെയിലി ഫുഡ് കഴിക്കുന്നത്, നിങ്ങൾ പുറത്തുനിന്ന് എത്ര തവണ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്, ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ഫ്രീക്വൻസി, അത് എത്ര തവണ ഒരു ആഴ്ച വാങ്ങിച്ച് കഴിക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ജേർണലിങ് കീപ്പ് ചെയ്യുക. ഈ ജേർണൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, വൺസ് ഈ ജേർണൽസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഒരു ഫുഡ് ഇൻടേക്കിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. വൺസ് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ലോസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനത്തെ രീതിയിൽ ഏതൊക്കെ കട്ട് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടോ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അതായത് തൈറോയിഡോ PCOD അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ. കാരണം ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വെയിറ്റ് കൂട്ടുന്ന ടൈപ്പ് ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, അണ്ടർലൈങ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യവും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഉറപ്പുവരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹാഫ് വേ ത്രൂ ആണ്, നിങ്ങൾ പകുതി കാര്യങ്ങൾ സെറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഒരു വെയിറ്റ് ലോസ് റുട്ടീൻ അല്ലെങ്കിൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, എത്ര നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് എനിക്ക് 70 കിലോ ഉണ്ട്, ഞാൻ വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഡയറ്റും വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിന് മുന്നത്തെ മെഷർമെൻറ്റ്സോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ മിററിൽ നോക്കുമ്പോൾ എനിക്കറിയാം എനിക്കൊരു ഡിഫറൻസ് ഉണ്ട്, എൻ്റെ വെയിറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാനൊന്ന് വെയിറ്റ് കുറഞ്ഞല്ലോ, ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, എന്നെ കാണാൻ ഇച്ചിരി ഒരു പണ്ടത്തെ കാട്ടും ഒന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഈ ജേർണി ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ടാർഗറ്റിലെത്തുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഈ ജേർണി ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട് അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം എത്തുന്നവരെ നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി. നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞു, നമ്മുടെ അനാലിസിസും എല്ലാം കഴിഞ്ഞു, നമ്മുടെ എല്ലാ ഡേറ്റയും ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ നമുക്കറിയാം, നമ്മുടെ മെഷർമെൻറ്റ്സ് നമുക്കറിയാം, നമുക്ക് ഒരു ഗോളുണ്ട്, ഏത് വെയിറ്റിലേക്ക് എത്തണം എന്നുള്ള ഗോളുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് 3 രീതിയിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേന്ന് വെച്ചാൽ ഡയറ്റ് ഓൺലി, രണ്ടാമത്തേത് എക്സസൈസ് ഓൺലി, മൂന്നാമത്തത് ഡയറ്റ് പ്ലസ് എക്സസൈസ്. എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ലൈഫിൽ ഒരു രീതിയിലുള്ള വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമമോ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ലൈഫിൽ നിങ്ങൾ വെയിറ്റ് ലൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വെയിറ്റിനെ കുറിച്ച് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ അഡ്വൈസ് ഡയറ്റ് ഉള്ളി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ആദ്യം ഡയറ്റ് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഡയറ്റ് എന്ന് വെച്ചാൽ ഒരു കാരണവശാലും പട്ടിണി കിടക്കരുത്. ഹെൽത്തി ആൻഡ് ഹോൾസം ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. വൺസ് നിങ്ങൾ ആ ഡയറ്റിലേക്ക് സെറ്റിൽഡ് ആയതിനു ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ വളരെ ക്ലീൻ ആണ്, ജങ്ക് ഫുഡൊന്നും നിങ്ങളധികം കഴിക്കുന്ന ആളല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വർക്കൗട്ടിലേക്ക് പോകാം. വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡി വർക്കൗട്ടുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആക്റ്റീവാണ്, നിങ്ങൾ അത്യാവശ്യം ഒരു ദിവസം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്, വീട്ടിലെ ജോലികളാണെങ്കിലും പുറത്ത് പോകുന്നതാണെങ്കിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സും വളരെ ഹെൽത്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിങ്ങും എക്സസൈസും ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് Q&A സെക്ഷനിലേക്ക് പോകാം. അതായത് ഇതിന് മുന്നത്തെ ക്ലോയി ടിങ്ങിൻ്റെയും ഡയറ്റ് വീഡിയോസിനും ഒക്കെ നിങ്ങൾ ചോദിച്ച കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക്, ആൻഡ് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിസ്ക് പ്രോബ്ലം, ബാക്ക് പെയിൻ, സയാറ്റിക്ക, സ്കോളിയോസിസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ക്ലോയി ടിങ്ങിൻ്റെ വർക്കൗട്ട് ചെയ്യാമോ എന്ന് ഒത്തിരി പേര് നിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ക്ലോയി ടിങ്ങിൻ്റെ വർക്കൗട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു രീതിയിലും നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് വേറെ ബോഡി ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ വർക്കൗട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും നിങ്ങൾ ഒത്തിരി ഓവർ വെയ്റ്റ് ആണ്, അതായത് നിങ്ങളുടെ ഹൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ സപ്പോസ് ഒരു 5 feet 5 inch ആയിട്ടുള്ള ഒരു ലേഡി, നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ ഒരു 80, 85 അല്ലെങ്കിൽ 90 കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോയി ടിങ്ങിൻ്റെ വർക്കൗട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറീസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒത്തിരി ഓവർ വെയ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും ഇങ്ങനത്തെ വർക്കൗട്ട്സ് തുടങ്ങുന്ന സമയത്ത്, നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് വർക്കൗട്ട്സ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വർക്കൗട്ട്സ് അവോയ്ഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോ ഇമ്പാക്റ്റ് വേർഷൻസ് ക്ലോയി ടിങ് അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ ലോ ഇമ്പാക്റ്റ് വേർഷൻസ് മാത്രം ആദ്യം ട്രൈ ചെയ്യുക. ഹൈ ഇമ്പാക്റ്റ് വേർഷൻസ് ആദ്യമേ തന്നെ പോകാതിരിക്കുക. പിന്നെ ചോദിച്ച ചോദ്യമാണ് പീരിയഡ്സ് ടൈമിൽ നമുക്ക് ചെയ്യാവുന്നുള്ളത്. പീരിയഡ്സ് ടൈമിൽ നമുക്ക് എന്തും ചെയ്യാം, നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ മെഡിക്കലി അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്കറിവില്ല. ഞാനിതിന് മുന്നേ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്ത സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അവരും പറഞ്ഞിട്ടുള്ളത് ഒരു ഇഷ്യൂസും ഇല്ല എന്നുള്ളതാണ്. പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ഓടേണ്ട വരുവാണെങ്കിൽ നമ്മൾ ഓടില്ലേ? ഡെഫിനറ്റ്ലി നമ്മൾ ഓടും അല്ലേ? ടെന്നീസ് പ്ലെയേഴ്സ് ഉണ്ട്, ലേഡി ടെന്നീസ് പ്ലെയേഴ്സ്, അവർ പീരിയഡ്സ് ആവുന്ന സമയത്ത് ടെന്നീസ് കളിക്കുന്നില്ലേ? ഉണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കലി ഡിസ്കംഫർട്ട് ഉണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റേതായിട്ടുള്ള ഡിസ്കംഫർട്ട്സ് ആണല്ലോ, അപ്പോൾ അത് കാരണമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യാം, അതിനൊരു തെറ്റുമില്ല. പക്ഷേ പീരിയഡ്സ് ഉള്ളത് കാരണം നമ്മൾ ആ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പീരിയഡ്സ് ഉള്ള സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ C-സെക്ഷൻ, അതായത് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് ഈ വർക്കൗട്ട് ചെയ്യാമോ എന്നുള്ളത്. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈമാണ്, എത്ര നാളായി നിങ്ങളുടെ സിസേറിയൻ കഴിഞ്ഞിട്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഈവൻ ഡെലിവറി ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും എത്ര നാളെ കഴിഞ്ഞു നിങ്ങളുടെ നോർമൽ ഡെലിവറി എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വർക്കൗട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നതാകും നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇൻ കേസ് ഈവൻ 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. കാരണം കൺസൾട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ. ഒന്ന് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നത്തെ ക്വസ്റ്റ്യൻ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഡയാസ്റ്റേറ്റിസ് റെക്ടൈ ആൻഡ് അംബ്ലിക്കൽ ഹെർണിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വർക്കൗട്ട് ചെയ്യാമോ എന്നുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കൗട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒത്തിരി ആബ് മസിൽസിന്, അതായത് നമ്മുടെ വയറിലെ മസിൽസിനെ ക്രഞ്ച് ചെയ്യുന്ന ടൈപ്പും വയറിലെ മസിൽസിനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് എക്സസൈസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡയാസ്റ്റേറ്റിസ് റെക്ടൈ ഒക്കെ ചിലപ്പോൾ വേഴ്സ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡയാസ്റ്റേറ്റിസ് റെക്ടൈ അംബ്ലിക്കൽ ഹെർണിയ ഉള്ളവർക്കൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള വർക്കൗട്ട്സ് വേറെ ഉണ്ട്. അപ്പോൾ ആ വർക്കൗട്ട്സിൽ
വർക്കൗട്ട്സിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എപ്പോഴാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്തത്, രാവിലെ ആയിരുന്നു, വൈകുന്നേരമായിരുന്നു, എത്ര നേരം എടുത്തു ഞാൻ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്, എത്ര പ്രാവശ്യം ഞാൻ ഈ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വർക്കൗട്ട് ചെയ്തത് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ആണ്. രാവിലെ എണീച്ച് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഉടനെയാണ് ഈ വർക്കൗട്ട് ചെയ്തത്. ക്ലൂയിറ്റിങ്ങിൻ്റെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ, വെയിറ്റ് ഷ്രെഡ് ചാലഞ്ചിൽ ഒത്തിരി വർക്കൗട്ട്സ് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതിൽ ഒരു വർക്കൗട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരൊറ്റ തവണ മാത്രമേ ഞാൻ മോർണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒറിജിനലി ഈ വർക്കൗട്ട് 14 മിനിറ്റ്സിൻ്റെ ആണ് കേട്ടോ. പക്ഷേ ഞാനത് ചെയ്ത് വന്നപ്പോൾ ഒരുവിധം എല്ലാ ദിവസവും 20 to 30 മിനിറ്റ്സ്, ആദ്യമൊക്കെ 30 മിനിറ്റ്സിന് കൂടുതൽ എടുക്കുമായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഒരു 20 to 30 മിനിറ്റ്സ് എനിക്ക് എടുക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PCOD, തൈറോയിഡ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഈ വർക്കൗട്ട് ചെയ്യാമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാം. വേറെ നിങ്ങൾക്ക് ബാക്ക് പെയിനോ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, PCOD, തൈറോയിഡ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. അഗൈൻ ഞാൻ പറയാണ്, സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്പിറേഷനിലും മോട്ടിവേഷനിലും സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യരുത്. സ്റ്റാർട്ട് വെരി സ്ലോ, എന്നിട്ട് പതുക്കെ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു എങ്ങനെയാണ് ഒരു വെയിറ്റ് ലോസ് റുട്ടീൻ ആൻഡ് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടിപ്സ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഫുള്ളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി ആക്റ്റീവാണ്. അപ്പോൾ ഡു ഫോളോ മീ ദെയർ. ഹാൻഡിൽ നെയിംസ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻറ്റ്സ്, ഇതുപോലത്തെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡു ഫോളോ മീ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോമായി കാണുന്നത് വരെ ബൈ. ഫുഡും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന്